UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്തതിന് പിന്നാലെ പുതുകയാത്രയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് മിണ്ടാതെ വി ഡി സതീശൻ. രക്തസാക്ഷി ഫണ്ട് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തി സർക്കാരിനെ വിമർശിക്കുകയായിരുന്നു പൊതുയോഗത്തിൽ ഉടനീളം സതീശൻ. നിഖിൽ അളവൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നിഖിൽ, എന്തായാലും ഇന്ന് ചോദ്യം ചെയ്ത കാര്യത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ പോലും ഇന്നലെ ഞാൻ അതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് വി ഡി സതീശൻ പറയുന്നത്. തീർച്ചയായും മാധ്യമങ്ങൾ അദ്ദേഹത്തോട് ഇന്ന് 2 തവണ കാസർഗോഡ് വെച്ചും കണ്ണൂരിലെ പയ്യന്നൂർ വെച്ചും ഈ വിഷയത്തിൽ പ്രതികരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെയായിരുന്നു. അത് മാത്രമല്ല, ഇന്ന് കണ്ണൂർ ജില്ലയിലെ ആദ്യ സ്വീകരണം പയ്യന്നൂരിൽ നൽകിയപ്പോൾ പയ്യന്നൂരിലെ പ്രസംഗത്തിൽ എവിടെയും ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം വി ഡി സതീശൻ പരാമർശിച്ചതുപോലുമില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടത്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ CPIM-നെതിരെ അല്ലെങ്കിൽ LDF-നെതിരെ വലിയ രീതിയിൽ പ്രചാരണ ആയുധമാക്കി സ്വർണ്ണക്കൊള്ള നിലനിർത്താനുള്ള ശ്രമം UDF നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ്. നിയമസഭയിൽ ഉൾപ്പെടെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവരാനായിരുന്നു UDF-ന്റെ ശ്രമം. നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഈ പാരഡി ഗാനങ്ങളൊക്കെ ഇറക്കി LDF-നെ ആ നിലയ്ക്ക് ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം ഉയർത്തി പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമം UDF നടത്തിയതാണ്. പക്ഷെ ഇന്നിപ്പോൾ UDF കൺവീനർ SIT-യുടെ മുന്നിലേക്ക് വന്നതോടുകൂടി ഇന്ന് ഏതായാലും പുതിയുഗ യാത്രയുടെ പൊതു സമ്മേളനത്തിൽ ഒരക്ഷരം ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് വി ഡി സതീശൻ മിണ്ടിയില്ല എന്നുള്ളത് ശ്രദ്ധേയം തന്നെയാണ്. ആ പരിപാടിയിൽ പ്രസംഗിച്ച മറ്റ് നേതാക്കൾ, ഘടകകക്ഷി നേതാക്കളൊക്കെ, NK പ്രേമേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയം പറഞ്ഞു പോയിരുന്നു. പക്ഷേ വി ഡി സതീശൻ അതിനെക്കുറിച്ച് ഒന്നും തന്നെ പറഞ്ഞില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. സ്വാഭാവികമായും CPIM നേരത്തെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത് UDF-നെ തിരിഞ്ഞുകൊത്താൻ പോകുന്നു, കോൺഗ്രസിനെ തിരിഞ്ഞുകൊത്താൻ പോകുന്നു, അതോടുകൂടി അവർ ഈ വിഷയം വിടും എന്ന് CPIM പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പുതുയുഗ യാത്രയിൽ, അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് അതിനുള്ള പ്രചാരണം എന്ന രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയിൽ ഇങ്ങനെ ഒരു വിഷയം, ഇതുവരെ സജീവമാക്കി നിർത്തിയ ഒരു വിഷയം പ്രതിപക്ഷ നേതാവ് മിണ്ടാതിരിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായും കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലേക്ക് പോകുന്നു UDF കൺവീനറുടെ ചോദ്യം ചെയ്യലിലൂടെ എന്നുകൂടിയാണ് വ്യക്തമാക്കുന്നത്. ശരി നിഖിൽ, എന്തായാലും ഈ പെട്ടെന്നൊരു മൗനത്തിലേക്ക് പോയിരിക്കുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള ഉയർത്തി നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് വി ഡി സതീശൻ. പക്ഷേ ഇന്ന് ചോദ്യം ചെയ്യൽ ഉണ്ടായ ദിവസം മുതൽ അതിന് മാറ്റി മറ്റു കാര്യങ്ങളിലേക്കാണ് വി ഡി സതീശൻ പ്രതികരണം നടത്തുന്നത്.